അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കിടില മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ചോറിൻ്റെ കൂടെയും കപ്പേരോടെയൊക്കെ ഒരു കിട്ടിലോസ്കി ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടെ അരിഞ്ഞതും ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സവാള, ഒരു തക്കാളി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ കുരുമുളക് പൊടിയാണേ. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്കൊരളവ് വേണമല്ലോ, അതൊരോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളത് ഫിഷ് മസാലയാണ്. ഇത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുടംപുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമല്ലോ, ആ വെള്ളം ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊരു ഗ്രേവി പരുവാക്കിയതിന് ശേഷം പുളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിള വന്ന് തുടങ്ങുമ്പോൾ നല്ല ഫ്രഷ് മീൻ, അത് ഏതോ ആവട്ടെ, നല്ല രുചിയുള്ള ഏതെങ്കിലും ഒരു മീനിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി വറ്റിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റത്തെ കാര്യം കഴിഞ്ഞാൽ നമ്മളെ മീൻ കറി സെറ്റാവും. ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകിയെടുത്ത സംഭവം സെറ്റാണ് കേട്ടോ. നല്ല ചോറിനും അതുപോലെ തന്നെ നല്ല കപ്പയ്ക്കും ഒക്കെ ഒരു കിഡിലോസ് കയറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ.